നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഭീമൻ ചെലവ് കണക്ക് വിവാദമായതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചെലവായ തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. ഇത് ഇടത് സർക്കാരിന്റെ പുതിയ കൊള്ളയാണെന്നും പുറത്തുവന്ന ചെലവ് കണക്കുകൾ അവിശ്വസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. പ്രളയകാലത്തും കോവിഡ് കാലത്തും തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇടത് സർക്കാരിന്റെ ഏറ്റവും പുതിയ കൊള്ളയാണിത്. ദുരന്തമുണ്ടാകാൻ കാത്തിരിക്കുന്നത് പോലെയാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തികൾ. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലാണ് സർക്കാർ കൈയിട്ട് വാരിയതെന്നും KPCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ദുരന്തത്തെ അവസരമാക്കി കൊള്ളയടിക്കുകയാണെന്നും സർക്കാരിനെ വെറുതെ വിടില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ന്യായീകരണ തൊഴിലാളികളോട് ഈ കണക്കുകളെല്ലാം 3 മാസത്തേക്കുള്ള ചെലവുകളുടെ പ്രൊജക്ഷൻ മാത്രമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അപ്പോൾ ഇനിയും ശവസംസ്കാരങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണോ? അഥവാ അങ്ങനെ പ്രതീക്ഷിച്ചാൽ പോലും ഒരു ശവസംസ്കാരത്തിന് 75,000 രൂപ എങ്ങനെ വരും? വോളണ്ടിയർമാരുടെ ഭക്ഷണം, യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഏത് വോളണ്ടിയർമാർ? BJP, സേവാഭാരതി, ലീഗ്, കോൺഗ്രസ് തുടങ്ങി ഒരു സന്നദ്ധ പ്രവർത്തകരും സർക്കാരിന്റെ കാലിച്ചായ പോലും കുടിച്ചിട്ടില്ല. ചെലവ് ഡിഫി വോളണ്ടിയർമാരുടേതാണോ അതോ സർക്കാർ ശമ്പളം പറ്റുന്ന ജീവനക്കാരുടേതാണോ എന്നും വ്യക്തമാക്കണം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ ഇജാതി ചെലവ് വരുന്ന ഭക്ഷണം ഈ ദുരന്തമുഖത്ത് കഴിക്കുമോ? പ്രതീക്ഷിച്ച ചെലവുകളാണെന്ന് സമ്മതിച്ചാൽ പോലും ഒന്നും പൊരുത്തപ്പെടുന്നില്ല കമ്മികളെ. പാവപ്പെട്ട നാട്ടുകാരും പ്രവാസികളും BJP ഭരിക്കുന്ന സർക്കാരുകളും ഇതിനോടകം 100 കണക്കിന് കോടി രൂപയാണ് വയനാടിനായി നൽകിയിട്ടുള്ളത്. അടിച്ചുമാറ്റാനാണ് തീരുമാനമെങ്കിൽ അത് പൊളിച്ചെടുക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദുരന്തത്തെ കൊള്ളയടിക്കുന്ന കമ്മി സർക്കാരിനെ വെറുതെ വിടുമെന്ന് കരുതണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവിനെക്കുറിച്ചുള്ള സർക്കാർ വിശദീകരണം തെറ്റാണെന്ന് മുസ്ലിം ലീഗും ആരോപിച്ചു. കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുകയെന്ന റവന്യൂ വകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം പറഞ്ഞു. ചെലവാക്കിയ കണക്കിനെക്കുറിച്ചാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത്, ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുകയെക്കുറിച്ചല്ല. കേന്ദ്രത്തിന് കള്ളക്കണക്കാണോ സംസ്ഥാന സർക്കാർ നൽകുകയെന്നും അദ്ദേഹം ദുബായിൽ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. സർക്കാരുകൾ തമ്മിൽ കൃത്യമായ കണക്കല്ലേ നൽകേണ്ടത്? മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വീതം ചെലവാക്കിയെന്ന സർക്കാർ കണക്ക് മരിച്ചവരുടെ കുടുംബത്തെ അപമാനിക്കലാണ്. കണക്ക് കൃത്യമാണെന്ന് തെളിയിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഭക്ഷണവും വസ്ത്രങ്ങളും മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലവും കുഴിയെടുക്കാനുള്ള JCBയും എല്ലാം സൗജന്യമായാണ് ലഭിച്ചത്. ആവശ്യത്തിന് സാധനങ്ങൾ ലഭിച്ചെന്ന് മുഖ്യമന്ത്രിയും വയനാട് കളക്ടറും തന്നെയാണ് അന്ന് പറഞ്ഞത്. സർക്കാരിന് ന്യായ പൈസ ചെലവായിട്ടില്ലെന്നും PM A സലാം പറഞ്ഞു. വാർത്തയോടുള്ള റവന്യൂ വകുപ്പിന്റെ വിശദീകരണം സർക്കാരിനെ കൂടുതൽ പരിഹാസ്യരാക്കിയിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരുടെയും സൗജന്യമായി സഹായിച്ചവരുടെയും പേരിൽ പണം എഴുതിയെടുക്കുകയാണ് സർക്കാർ. ദുരിതാശ്വാസത്തിന്റെ പേരിൽ കൊള്ള നടത്തുകയാണെന്നും സർക്കാരിനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുമെന്നും സലാം പറഞ്ഞു. ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് 11 കോടി രൂപ, ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ വസ്ത്രം നൽകിയാലും ഈ കണക്ക് ശരിയാവില്ലെന്നും സലാം കൂട്ടിച്ചേർത്തു. ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് 8 കോടി രൂപയാണെന്നും സ്വർണം പൂശിയ ഭക്ഷണ സാധനങ്ങളാണോ സർക്കാർ അവിടെ വിളമ്പിയതെന്നും അദ്ദേഹം പരിഹസിച്ചു. അത്യന്തം വൈകാരികമായി അല്ലാതെ പ്രതികരിക്കാനാവില്ല. സ്വരുക്കൂട്ടിയ നാണയത്തൊട്ടുകൾ പോലും ദുരിതബാധിതർക്കായി നിറമനസ്സോടെ നൽകി കുരുന്നു മനസ്സുകളുടെ ആർദ്രതയെ പോലും പുച്ഛിക്കുന്ന കൊടും ക്രൂരതയാണ് സർക്കാർ കാണിച്ചതെന്നും സലാം പറഞ്ഞു. പണം തട്ടാനുള്ള വൃത്തികെട്ട ഏർപ്പാടുകളുമായി മുന്നോട്ട് പോയാൽ സർക്കാരുമായി സഹകരിക്കാൻ പ്രയാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിൽ നിയമപരമായും രാഷ്ട്രീയമായി ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുകയെന്ന പേരിൽ പുറത്തു വന്ന കണക്ക് വസ്തുതാവിരുദ്ധമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് അധിക സഹായം തേടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇതെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല പുറത്തു വന്ന കണക്കുകളെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ്. മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളവയുടെ ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ്. ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണെന്നാണ് വിശദീകരണം.